ഹായ്, വെൽക്കം ബാക്ക് അൽസുട്രിക്സ്. നമ്മളെ ഉമ്മാക്ക് കുറേ നാളായിട്ട് ഭയങ്കര ആശ നല്ല സദ്യ കഴിക്കണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പോണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഇറങ്ങി ഉമ്മ ഉപ്പവും വരുന്നുണ്ട്, സുനു ഉണ്ട്. അപ്പോൾ സുനു ഭയങ്കര ബിസിയിലാണ്. അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് സദ്യ കിട്ടുമെന്ന് വിചാരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഒരു സ്ഥലത്തുണ്ട് ഇങ്ങനെ നെറ്റിലെല്ലാം അടിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അവിടെ എത്തിയിട്ട് എനിക്ക് കിട്ടുമോ ഇല്ലയെന്ന് അറിയാം, എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള ശ്രീനാരായണ കുടുംബശ്രീ ഹോട്ടലിലേക്കാണ്. ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഒരു മംഗലത്തിൻ്റെ ആളുണ്ട് ഇവിടെ. എന്നാലും കുറച്ച് കസാര കളി വെച്ചിട്ട് നമുക്ക് കിട്ടിയൊരു സീറ്റ്. അങ്ങനെ ഇല കൊണ്ടുവച്ച് കൂടെ ഒരു പേപ്പറിൻ്റെ ഗ്ലാസും കൊണ്ടുവച്ച് അങ്ങനെ ആദ്യത്തെ ചടങ്ങ് അങ്ങ് നിറവേറ്റി. എന്തായി ഇല ഒന്ന് കവണം, അതിൻ്റെയൊക്കെ നമ്മൾ കയ്യും കവണം. അങ്ങനെ തുടച്ച് മിനുക്കി നല്ല പാങ്ങിൽ വെള്ളത്തിൽ ഇല കയറ്റി ഇങ്ങനെ എടുത്ത് വേറെ വിശേഷം എന്ന് വെച്ചെങ്കിൽ ഇവിടെ ചൊവ്വാഴ്ച മാത്രമാണ് സദ്യ ഉണ്ടാകുന്നത്. അങ്ങനെ ഇല റെഡിയാക്കി ആദ്യം എന്താ വന്ന് കൊണ്ടാട്ടം, ചിപ്സ്, അതുപോലെ വേറെ ചിപ്സ്, അടുത്ത ഉണ്ടമുളക് കൊണ്ടാട്ടം. അങ്ങനെ അടുത്ത സാധനത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കൊണ്ടാട്ടം എടുത്ത് വായിലിട്ട് ഓഫ് പൊളി. ഈടെന്ന് വെച്ചെങ്കിൽ ചൊവ്വാഴ്ച മാത്രമാണ് സദ്യ ഉള്ളത്. അത് വെറും 150 ഉറുപ്പികൾക്ക് മാത്രമാണ് ഗംഭീരമായ സദ്യ. അങ്ങനെ ഐറ്റംസ് വന്നുകൊണ്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചോറും വന്ന്, അച്ചാറും വന്ന്, സാമ്പാറും വന്ന്, ഇടയ്ക്ക് ഒരു കൂട്ടുകറിയും വന്ന്, പിന്നെതാ വരുന്നത് പച്ചടി, കിച്ചടി, സാമ്പാർ, പരിപ്പ്, പപ്പടം, ഉപ്പേരി എന്ന് പറഞ്ഞൊക്കെ ഐറ്റംസ് തീർന്നിട്ട. പപ്പടം വന്ന്, വറവ് വന്ന്, എല്ലാത്തിൻ്റെ പേരൊക്കെ അറിയില്ല. എന്നാലും സാധനം പുളിയിഞ്ചി വന്ന് അതിൻ്റെ ഇടയ്ക്ക്, അതുപോലെ ചമ്മന്തി വന്ന്. എന്തായാലും ഇതൊന്ന് എത്ര ഐറ്റംസ് ഇല്ലെന്ന് എണ്ണാൻ കഴിഞ്ഞിട്ട. കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം കൂടി വന്ന്, പിന്നെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു തീർന്നിട്ട. അങ്ങനെ ഇടയ്ക്കൊന്ന് സുനുവിൻ്റെ ഇലയിലേക്ക് നോക്കി, എന്തെങ്കിലും നനക്ക് കിട്ടാത്ത തോക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ സാമ്പാർ തരുമെന്ന് വെച്ച് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു. അതിനിടയ്ക്ക് പുളിശ്ശേരി വേറെ വന്ന്, എളിശ്ശേരി വേറെ വന്ന്, കൂട്ടുകറി വേറെ വന്ന്, അവിയൽ വേറെ വന്ന്, ഇടയ്ക്കൊരു പഴവും വന്ന്, പിന്നെ ഒരു സലാഡും. എല്ലാത്തിൻ്റെ പേരൊക്കെ അറിയാത്തതുകൊണ്ട് കറക്റ്റ് പറഞ്ഞുതരാൻ കഴിയുന്നില്ല. അങ്ങനെ ഇല മൊത്തത്തിൽ ഉറങ്ങി. നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇതാ വരുന്ന അടുത്ത സാധനം. മീൻചാറും കൂടി വന്ന്. ഇതാ പിന്നെ ഒരു മീൻ പൊരിച്ച്, മീൻ ഫ്രൈയിൽ എന്ന് പറഞ്ഞെങ്കിൽ കറ്റ്ല, അയക്കുറ, മത്തി, അയില, ചെമ്മീൻ, കൂന്തൽ വേണ്ട സകല സാധനമുണ്ട്. ഒരു ചെറിയ അയക്കുറ പീസ് ഓർഡർ ചെയ്തു. അയക്കുറ മാത്രം പോരല്ല, ഇതാ എടുത്ത് ഒരു പാക്ക് ചെമ്മീനും കൂടെ, സോറി പാക്കല്ല കേട്ടോ, പ്ലേറ്റ്. അങ്ങനെ ഒരു പ്ലേറ്റ് ചെമ്മീൻ നമ്മൾ എടുത്ത്, അപ്പുറത്തേക്ക് കൂന്തലും കൊടുത്ത് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. എല്ലാം കൂടി വന്നിട്ടാകുമ്പോൾ ഒരു പിടുത്തം പിടിച്ച് പിന്നെ അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു. ഇതിന് ചോറേത് കറിയേത് എന്ന് തിരിയാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇടയ്ക്ക് ഇതാ 2 പായസം വന്ന്, ഒരു ശർക്കര പായസം, ഒരു സേമിയ പായസം. അങ്ങനെ ഏകദേശം നമ്മളെ യുദ്ധം പരിസമാപ്തിയിലേക്ക് കുറിക്കാൻ പോകുന്ന ഘട്ടത്തിനാണ് നമ്മൾ പായസത്തിലേക്ക് കടന്നത്. പായസത്തിൻ്റെ ഒക്കെ 2 പഴം കൂടെ കുത്തിക്കയറ്റി. എൻ്റെ ഒക്കെ മത്സരിക്കാൻ നിന്ന സുനു ലാസ്റ്റ് ഒരു കായിൻ്റെ മുകളിൽ തോറ്റ്. അങ്ങനെ നമ്മളെ യുദ്ധം ഇവിടെ അവസാനിച്ച്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. കിടിലൻ സദ്യയാണ്. ഞാൻ വേറെ വീഡിയോ കണ്ടിട്ട് വന്നത്. പക്ഷേ ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ശ്രീനാരായണ കുടുംബശ്രീ സദ്യ. ഇവിടെ ചൊവ്വാഴ്ച മാത്രമേ സദ്യയുള്ളൂ. അപ്പം ഫുള്ള് തിരക്കാണ്, മരണത്തിരക്കാണ്. എന്തായാലും കിടിലൻ അടിപൊളി ഫുഡ്. ഫാമിലിയെല്ലാം ആയിട്ട് വന്നിട്ട് കഴിക്കാൻ പറ്റിയ എന്താ പറയുക, ഒരു വൈബ്. എന്തായാലും ഫുഡ് കഴിച്ച് റാത്തായി. ഇനി പോര പിടിക്കട്ടെ.